എനിക്ക് നിന്നൊന്ന് കാണണം. ഞാൻ അച്ഛന്റെ അടുത്താ, എന്റെ സ്വന്തം വീട്ടില്. നീ ഇങ്ങോട്ട് വാ. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. ഒരിക്കൽ ആ വീട്ടിൽ നിന്ന് അപമാനിക്കപ്പെട്ട് ഇറങ്ങി പോകുന്നതിന്റെ വേദന എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ വേദന അറിയാവുന്നത് കൊണ്ട് തന്നെയാ നിന്നോട് ഇവിടെ വരണോന്ന് പറഞ്ഞത്. എടാ, നീ ഇപ്പൊ എന്റെ ഭർത്താവാ. എന്നെ എന്റെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞതുപോലെ നിന്നെയും അംഗീകരിക്കണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ഇവിടെ വരണോന്ന്. ചന്ദ്ര, നീ ഇതിൽ വാശി പിടിക്കരുത്. നിന്നെ നിന്റെ അച്ഛൻ അംഗീകരിച്ചത് നീ അങ്ങേരുടെ മോളായതുകൊണ്ടാ. അതുപോലെ എന്നെ അംഗീകരിക്കണമെന്നില്ല. നിന്റെ അച്ഛന്റെ മുന്നിൽ ഞാൻ എന്നും ഒന്നുമില്ലാത്തവനാ. ആയിരിക്കാം, പക്ഷേ കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല പ്രകാശ്. നമ്മൾ രണ്ടുപേരെയും അച്ഛൻ അംഗീകരിക്കുക തന്നെ ചെയ്യും. നീ എന്തായാലും ഇങ്ങോട്ട് വാ, ഞാനെല്ലാം പറഞ്ഞ് ശരിയായിക്കോളാം. അമ്മയെ കൊണ്ടും പറയിപ്പിക്കാം. ചന്ദ്രേ, അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നീ കഴിയുമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വാ. അതെ മഹേട്ടാ, 2 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? ഞാൻ ചെയ്യേണ്ട ജോലികൾ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ചെയ്യുക? ഒപ്പിടാനൊക്കെ ആണെങ്കിൽ ഫയലുകളൊക്കെ ഇങ്ങോട്ട് വരുത്തിയാ മതിയല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പോയാൽ നമ്മുടെ തൊഴിലാളികൾ കുഴിമടിയന്മാരായി പോകും. ജോലിയൊന്നും നടക്കില്ലെന്നേ. തൊഴിലാളികൾ ജോലി ചെയ്യാതായ അത് സ്ഥാപനത്തിന്റെ വിറ്റുവരവിനെ ബാധിക്കും. അങ്ങനെ ബിസിനസ് തകർച്ചയെ മറികടക്കേണ്ടതായിട്ട് വരും. എന്റെ അലസത കൊണ്ട് നന്നായിട്ട് നടന്നു പോകുന്ന ഒരു ബിസിനസിനെ ഇല്ലാതാക്കണോ? മഹേട്ടനോട് പറഞ്ഞു ജയിക്കാൻ ഞാൻ ആളല്ല. എന്ത് വേണമെങ്കിലും ആവാം. എവിടെയാണെങ്കിലും സ്വന്തം ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്താ മതി. അച്ഛൻ വിളിച്ചായിരുന്നോ? മോളെ, എനിക്ക് നിന്നോടായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ഞാൻ നിക്കണ്ടെന്നാണോ പറയുന്നത്? നീയും കേക്കണം. എനിക്ക് നീ കണ്ടെത്തിയ പ്രകാശിന് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛാ. അതേ മോളെ, സത്യമാണ് അച്ഛൻ പറയുന്നത്. എടി, നീയും അവനും കൂടി നിന്ന എന്ത് ചേർച്ചയാണുള്ളത്? മാണിക്കോത്ത് മഹേന്ദ്രന്റെ മരുമകനാണെന്നും പറഞ്ഞ ആർക്കെങ്കിലും എനിക്ക് അവനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റൂ? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒട്ടും ചേർന്നവനല്ല അവൻ. അവനെ നീ അങ്ങ് മറക്കണം. അച്ഛൻ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞല്ലേ? എന്ത് വിവാഹം? ഇതൊക്കെ കുറെ നാള് കാണാതിരുന്ന് അങ്ങ് തീരാവുന്നതേ ഉള്ളൂ. ഞാൻ നിന്നെ ഹയർ സ്റ്റഡീസിന് വിടാം. എവിടം വരെ നിനക്ക് പഠിക്കാൻ പറ്റുമോ അവിടം വരെ നിനക്ക് പഠിക്കാം. എന്നിട്ട് നമുക്ക് മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാം. വെൽക്കം. 2 ദിവസത്തിനകം നിങ്ങളുടെ വീട് പണി തുടങ്ങാം. ആണോ മേഡം? ഈശ്വരൻ കാത്തു. കാര്യം ഇത് സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് മാഡം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനു മുമ്പ് അല്പസ്വല്പം വിട്ടുവീഴ്ച മനോഭാവവും ആളെ സഹായിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം നിർത്തി. കളക്ടർ മാഡമാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. അപ്പൊ പിന്നെ ഡിസ്ചാർജ് ആക്കിയ പേഷ്യന്റിനെ ഞാൻ എങ്ങനെയാ ഇവിടെ തുടരാൻ അനുവദിക്കുന്നത്? അത് ഞാൻ മാഡത്തിനോട് കാണിക്കുന്ന നീതികേടല്ലേ?
പിന്നെ നമ്മൾ നിയമം നോക്കിയാ അതൊരു തെറ്റായ പ്രവണതയല്ലേ? ഡിസ്ചാർജ് ആയി പോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവും എനിക്കില്ലായിരുന്നു. ഡിസ്ചാർജ് ആയില്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ ബുദ്ധിമുട്ടിക്കരുത് മാഡം, എന്നെ കൊണ്ട് സാധിക്കില്ല. അല്ല, മാഡം ഈ ജില്ലയിലെ കളക്ടറല്ലേ? മറ്റെവിടെയെങ്കിലും ഇവർക്കൊരു താമസ സൗകര്യം മാഡം നോക്കിയാൽ നടക്കില്ലേ? ഇവരെന്തായാലും മാഡം കൈവിടില്ല എന്ന് എനിക്കറിയാം. ഇവർക്ക് വേണ്ടി മാഡം പലതും ചെയ്തതല്ലേ? അതിന്റെ കൂടെ ഈ ഒരു പൊൻതൂവൽ കൂടി മാഡത്തിന് തന്നെ ഇരിക്കട്ടെ. അഭിനന്ദനങ്ങൾക്ക് നന്ദി സൂപ്രണ്ടേ. ഒപ്പം പെർഫോമൻസിന് നല്ലൊരു കയ്യടി. ഇനിയും പരസ്പരം കണ്ടുമുട്ടാവുന്ന പാതകളിൽ ഒന്നിച്ചല്ലെങ്കിലും വ്യത്യസ്ത കോണുകളിൽ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ. ഇനിയുള്ള കണ്ടുമുട്ടലുകളും സൗഹൃദം നിറയുന്നതാകാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.